ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് LICയുടെ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അതിനുശേഷം LIC അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. സോ നമ്മൾ ഓരോ വർഷവും വെയിറ്റ് ചെയ്യും, വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2026 നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും LIC അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും, ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, അതെങ്ങനെ നോക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ LIC അസിസ്റ്റന്റ് എക്സാം പാറ്റേണിനെ പറ്റിയും അതിൻ്റെ സിലബസിനെ പറ്റിയാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് LIC അസിസ്റ്റന്റിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോർമലി അവർ പറയുന്ന ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ് പറയുന്നത്. ഇതിൽ ഏജ് റിലാക്സേഷൻ വരും. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ ഏജ് റിലാക്സേഷൻ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന കാര്യമാണ് അതിൻ്റെ സാലറിയെ പറ്റി. അപ്പോൾ LIC അസിസ്റ്റന്റിന്റെ സാലറി ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ 38,700 ആണ്. അപ്പോൾ ഡിഡക്ഷൻ ബാക്കി ആഡ് ചെയ്തിട്ട് അലവൻസ് അതിൽ നിന്ന് ഡിഡക്ഷന് പോയതിനു ശേഷം ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി അപ്രോക്സിമേറ്റ്ലി 59,000 ആണ്. അപ്പോൾ നമ്മളത് ഏരിയ അനുസരിച്ച് റീജിയൻ അനുസരിച്ചും ചേഞ്ച് ചെയ്യും. എങ്കിലും നമുക്ക് ഷുവർ ആയിട്ട് പറയാം 55,000 പ്ലസ് എന്തായാലും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അസിസ്റ്റന്റിന്റെ ജോലി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അസിസ്റ്റന്റിന്റെ ജോലിക്കാണ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നത്, 55,000 കൂടുതൽ എന്ത് ചെയ്യുന്നത്, സാലറി കിട്ടുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഉടനെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. നമുക്കിതിൽ ഏതൊക്കെ പാറ്റേൺ ഏതൊക്കെ സെക്ഷൻസ് ആണ് വരുന്നത്, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കാനായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതിൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ഇംഗ്ലീഷുമാണ് മെയിനായിട്ട് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ഫേസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്, പ്രിലിംസും മെയിൻസും ആയിട്ട്. അപ്പോൾ പ്രിലിംസിൽ റീസണിങ്, ക്വാണ്ട്, ഇംഗ്ലീഷാണ് വരുന്ന സെക്ഷൻസ്. ദെൻ മെയിൻസ് വരുന്ന സമയത്ത് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്സും കൂടി അതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. ദെൻ റീസണിങ്ങിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെയും ഇത് ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇത് ഇംഗ്ലീഷിലെ ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, നോക്കി പോവാം. ദെൻ ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രിലിംസ് മെയിൻസ് 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിലിംസിന് 3 സെക്ഷനാണ് വരുന്നത്. റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് ആണ് വരുന്നത്. അതിൽ റീസണിങ് എന്ന് പറയുന്നത് 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്, 20 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് വരുന്നത് 60 മിനിറ്റ് ആണ്. അതായത് 1 മണിക്കൂർ എക്സാം ആണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഈ 1 മണിക്കൂർ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അത് അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 20 മിനിറ്റ് വെച്ച് ടൈം നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. സെക്ഷൻസ് എന്താണ്, അവർ പറയുന്ന സെക്ഷൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത ഡേറ്റയിൽ റീസണിങ് എബിലിറ്റി ആദ്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് എക്സാമിന് ആദ്യം റീസണിങ് ആയിരിക്കണം എന്നില്ല. ഇംഗ്ലീഷോ ന്യൂമറിക്കൽ എബിലിറ്റിയോ ആദ്യം വരാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്, 20 മിനിറ്റ് ആണ്. ദെൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ആണ്. അത് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്, 20 മിനിറ്റ് ആണ്. ടോട്ടൽ 100 മാർക്കിനാണ് 60 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഓക്കെ, ഇതിൽ നെഗറ്റീവ് വരുന്നുണ്ട് 0.25 വെച്ചിട്ടാണ്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റുന്ന സമയത്ത് 1 മാർക്കാണ് നെഗറ്റീവ് പോകുന്നത്. ഓക്കെ, ഇനി മെയിൻസിന്റെ പാറ്റേണിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ 4 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 30 മിനിറ്റ് ആണ് ടൈം തരുന്നത്. സെക്കൻഡ് സെക്ഷൻ ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 30 മിനിറ്റ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 40 മിനിറ്റ്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് വരുന്നത് 40 ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്കിനാണ്, 30 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ടോട്ടൽ 150 മിനിറ്റും 200 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞു,
സെക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു, അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, മാർക്കും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനും നമുക്ക് അതിനനുസരിച്ച് ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടത്തില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങുക. ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങൾ ആദ്യം ടോപ്പിക്സ് ഏതൊക്കെ ഉണ്ടെന്ന് അറിയുക, അതെന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് സ്പീഡാണ് ആവശ്യം. നിങ്ങൾ മാക്സിമം മോക്ക് എടുക്കുക. മോക്ക് എടുത്തിട്ട് നിങ്ങൾ ഓരോ സെക്ഷനും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിയിട്ട് എത്ര വരാം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ മാർക്ക് ആയിരിക്കില്ല ഇത്തവണത്തെ കട്ട് ഓഫ്. അത് എക്സാമിൻ്റെ പാറ്റേണിനെയും ഡിഫിക്കൽട്ടി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കട്ട് ഓഫ് വരുന്നത്. സോ എല്ലാവരും ഇപ്പം തന്നെ നോക്കി തുടങ്ങുക. താങ്ക് യു.